CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെന്റർ ഫോർ ഹാർട്ട് സയൻസസ് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. എൽബോ എക്യുപ്മെന്റ് സന്ദർശിക്കൂ. വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് അനുഭവിച്ചറിയൂ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ LDF അട്ടിമറിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. അട്ടിമറിക്കുന്നത് ഭരണസമിതി തന്നെയെന്ന് CPM. ക്യാമ്പസുകൾ റാഗിങ്ങിലേക്കും അരാജകത്വത്തിലേക്കും വഴിമാറുന്നത് നല്ല പ്രവണതയല്ലെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് ജെയ്ക് സി തോമസ്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ റാഗിങ്ങിനെതിരെ വിദ്യാർത്ഥി പ്രതിരോധം. ഒറ്റപ്പാലം നഗരത്തിൽ ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ച ഗതാഗത പരിഷ്കരണം വിജയകരം. വൺ വേ സംവിധാനവും ടൗണിലെ അനധികൃത പാർക്കിംഗും ഒഴിവായതോടെ ഗതാഗത കുരുക്കൊഴിഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി ലൈഫ് മിഷൻ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ LDF അട്ടിമറിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. അർഹരായ ഗുണഭോക്താക്കളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കി അനർഹരായവരെ ഭരണസ്വാധീനം ഉപയോഗിച്ച് ഉൾപ്പെടുത്തിയെന്നും UDF ഭരണസമിതി ആരോപിച്ചു. സ്ഥലവും വീടും ഇല്ലാത്ത നിർധനരായവർക്ക് അത് നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി. ത്രിതല പഞ്ചായത്തുകൾ ഏറ്റെടുത്ത് നടത്തേണ്ട പദ്ധതിയാണിത്. ഈ പദ്ധതിയാണ് UDF ഭരിക്കുന്ന കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് LDF അട്ടിമറിക്കുകയാണെന്ന ആക്ഷേപവുമായി ഭരണസമിതി അംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. അർഹരായ ഗുണഭോക്താക്കളെ ഭരണസ്വാധീനം ഉപയോഗിച്ച് പട്ടികയിൽ നിന്നും മാറ്റി നിർത്തി അനർഹരെ ഉൾപ്പെടുത്തിയെന്നാണ് ഭരണസമിതിയുടെ ആക്ഷേപം. ഗുണഭോക്താക്കൾ പഞ്ചായത്തുകൾ വഴി വിവിധ ഫോറങ്ങളിൽ അപേക്ഷകൾ നൽകിയിരുന്നു. സ്ഥലമുള്ള ഗ്രാമസഭാ ബുക്കിൽ പേരുള്ള ഭവനരഹിതരെ A വിഭാഗത്തിലും ഭൂരഹിത ഭവനരഹിതരായ ഗ്രാമസഭാ ബുക്കിൽ പേരുള്ളവരെ B വിഭാഗത്തിലും കുടുംബശ്രീ കണ്ടെത്തിയവരെ C-D വിഭാഗത്തിലും ഉൾപ്പെടുത്തിയാണ് അപേക്ഷകൾ നൽകിയത്. ഈ അപേക്ഷകൾ ഗ്രാമപഞ്ചായത്തുകൾ ഡാറ്റ എൻട്രി നടത്തുവാനായി മണ്ഡലം തലത്തിലേക്ക് അയച്ചു കൊടുക്കുകയും അപേക്ഷകൾ ജില്ലാ തലത്തിൽ ക്രോഡീകരിച്ച് തിരിച്ചു ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ലിസ്റ്റായി നൽകുകയും ചെയ്തിരുന്നു. അപേക്ഷകൾ തിരിച്ചെത്തിയപ്പോൾ അർഹരായവർ ഭൂരിഭാഗവും പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. അർഹരായ ആളുകൾ പുറത്താക്കി കുടുംബശ്രീ കണ്ടെത്തിയ അനർഹരെ തിരികെ കയറ്റുവാൻ LDF ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് UDF ഭരണസമിതി ആരോപിക്കുന്നത്. റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ വീട് നിർമ്മാണ ഫണ്ട് ലഭിക്കൂ എന്നതും ഈ പദ്ധതിയെ തുരങ്കം വെക്കാനാണെന്നും ഭരണസമിതി ആരോപിക്കുന്നു. ഗ്രാമസഭകളെയും ജനപ്രതിനിധികളെയും നോക്കുകുത്തിയാക്കി ലൈഫ് പദ്ധതി നടപ്പിലാക്കാനാണ് LDFന്റെ തന്ത്രമെന്നും ആക്ഷേപമുണ്ട്. വീടില്ലാത്തവന് എങ്ങനെ റേഷൻ കാർഡ് ഉണ്ടാകുമെന്നും ഭരണസമിതി ആരാഞ്ഞു. എന്തിനും ഏതിനും സ്വന്തക്കാരെ തിരികെ കയറ്റിയുള്ള രാഷ്ട്രീയ കളി LDF അവസാനിപ്പിച്ചില്ലെങ്കിൽ ജനകീയ സമരങ്ങൾക്ക് UDF നേതൃത്വം നൽകുമെന്ന് ഭരണസമിതി അറിയിച്ചു. കുടുംബശ്രീക്കാർ നടത്തിയ സർവേ അതിന് ഞങ്ങളുടെ വാർഡിലുള്ള കുടുംബശ്രീക്കാരൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച് നടത്തിയെന്നാണ് പറയുന്നത്. ആ ലിസ്റ്റ് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ഗവൺമെന്റ് ഒരു അന്വേഷണം നടത്തി, അതും ഞങ്ങൾ അറിയില്ല. ഞങ്ങളോട് ആലോചിക്കുക പോലും ചെയ്യാതെയാണ് ഈ ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഇതിൽ വീടില്ലാത്ത പല ആളുകളും ഇതിലുണ്ട്. ഇത് പിന്നെ പറയുന്ന ഗവൺമെന്റ് പറയുന്ന ഒരു കണ്ടീഷൻ, വീടില്ലാത്തവർക്ക് റേഷൻ കാർഡ് വേണമെന്നാ. വീടില്ലാത്തവർക്ക് എങ്ങനെ റേഷൻ കാർഡ് ഉണ്ടാവും? അപ്പം അതുകൊണ്ട് ഈ ഭവന പദ്ധതി ഈ പഞ്ചായത്ത് നടപ്പാക്കാൻ വളരെ പ്രയാസമാണ്. പിന്നെ ഭൂരഹിതരും കർഷകരഹിതരും പറഞ്ഞ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ 17-ാം വാർഡ് എൻ്റെ വാർഡിൽ ആർക്കും വീടില്ല. 5-ാം വാർഡ് പ്രസിഡന്റിൻ്റെ വാർഡാണ്, അവിടെ ആർക്കും വീടില്ല. 6-ാം വാർഡ് ഞങ്ങൾ ഒരു പാർട്ടി പ്രവർത്തക മെമ്പറായിട്ടുള്ള ആളുടെ വീടാണ്, ആർക്കും വീടില്ല. 16-ാം വാർഡിലില്ല. അങ്ങനെ പല വാർഡുകളിലും തീരെ ഈ സർവേ നടന്നിട്ടില്ല. അപ്പോൾ ഈ പദ്ധതി ജനങ്ങൾക്ക് ഒരിക്കലും ഉപയോഗപ്പെടാത്ത ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാനുള്ള പ്രയാസമാണ്. ഇപ്പം ഗവൺമെന്റ് പറഞ്ഞത് 20% പൈസ ഞങ്ങൾ പ്ലാൻ ഫണ്ടിൽ നിന്ന് കെട്ടിവെക്കണമെന്നാണ്. ആ പൈസ കെട്ടിവെക്കണം ഞങ്ങൾക്ക് ഒരു കാര്യമില്ല. പിന്നെ ചില വാർഡുകളിൽ നല്ല ടെറസായ വീടുള്ള ആളുകളുടെ പേരൊക്കെ ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിക്ക് രൂപം നൽകിയത്. അപ്പോൾ ഇതിനെതിരെ ഈ കരിമ്പുഴ UDF കേരളത്തിൽ മൊത്തമുള്ള പ്രതിഭാസമാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പോലും
ലൈഫ് പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അവരും ഇതിനെതിരാണെന്നാണ്. പഞ്ചായത്ത് അസോസിയേഷന്റെ സമ്മേളനത്തിൽ ഈ കാര്യം ധരിപ്പിക്കും എന്നാണ് ഞങ്ങളോട് അവരുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത്. ഭൂമിയുള്ള ഭവനരഹിതർ, ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയില്ലാത്തവർ, അല്ലെങ്കിൽ വാസയോഗ്യമല്ലാത്ത വീടുള്ളവർ, പുറമ്പോക്കിലോ തീരദേശ മേഖലയിലോ തോട്ടം മേഖലയിലോ താൽക്കാലിക ഭവനമുള്ളവർ, വീടില്ലാത്തവരും ഭൂമിയില്ലാത്തവരും എന്നിവർക്കാണ് ഈ പദ്ധതിയുടെ സേവനം ലഭിക്കുക. മാനസിക വെല്ലുവിളി നേരിടുന്നവർ, അന്ധർ, ശാരീരിക തളർച്ച സംഭവിച്ചവർ, അഗതികൾ, അംഗവൈകല്യമുള്ളവർ, ഭിന്നലിംഗക്കാർ, മാരക രോഗമുള്ളവർ, അവിവാഹിതരായ അമ്മമാർ, രോഗം മൂലമോ അപകടത്തിൽപ്പെട്ടോ കാരണം ജോലി ചെയ്ത് വരുമാനം കണ്ടെത്തുവാൻ പ്രാപ്തിയില്ലാത്തവർ, വിധവകൾ എന്നിവർക്ക് പദ്ധതിയിൽ മുൻഗണന ലഭിക്കും. ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഭവനങ്ങളുടെ കുറഞ്ഞ തറ വിസ്തീർണം 350 ചതുരശ്ര അടിയും കൂടിയത് 600 ചതുരശ്ര അടിയുമാണ്. പരിശീലനം ലഭിച്ച കുടുംബശ്രീ പ്രവർത്തകരാണ് സർവേ നടത്തുന്നത്. CCA ന്യൂസ്, കടമ്പഴിപ്പുറം. LDF സർക്കാർ കൊണ്ടുവന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി ലൈഫ് മിഷൻ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ UDF ഭരണസമിതി തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് CPM. UDFന്റെ ആസൂത്രിത നീക്കമാണ് ഇതിന് പിന്നിലെന്ന് CPM നേതാക്കൾ. എല്ലാവർക്കും പാർപ്പിടം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ LDF സർക്കാർ കൊണ്ടുവന്ന ലൈഫ് പദ്ധതിയാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ UDF ഭരണസമിതിയുടെ ആസൂത്രിത നീക്കത്തോടെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. കരട് ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ അർഹരായ ഭൂരിഭാഗം പേരും പട്ടികയ്ക്ക് പുറത്താണ്. അനർഹർ ധാരാളം പട്ടികയിൽ കയറിക്കൂടിയിരിക്കുന്നു. UDFന് താൽപര്യമുള്ളവരെ തിരികെ കയറ്റുവാൻ കുടുംബശ്രീയെ പല വാർഡുകളിലും ദുരുപയോഗം ചെയ്തതിനെ തുടർന്നാണ് ഇത്തരമൊരു അവസ്ഥ ഉണ്ടായത്. പാർശ്വവർത്തികൾക്ക് മാത്രം വീടുണ്ടാക്കി നൽകുവാനുള്ള UDF നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം M. മോഹനൻ CCA ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കൊണ്ടുവന്ന ലൈഫ് എന്ന പദ്ധതി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കമാണ് UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കരട് ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ആ പട്ടികയിൽ അനർഹരായിട്ടുള്ള ധാരാളം പേർ അതിൽ കയറിക്കൂടിയിട്ടുണ്ട്. അർഹരായിട്ടുള്ള ഭൂരിഭാഗം ആളുകളും ലിസ്റ്റിന് പുറത്താണ്. അവരവരുടെ വാർഡുകളിൽ കുടുംബശ്രീയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കി. അതുമൂലമാണ് ഇത്തരമൊരു ദുരവസ്ഥ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. സർക്കാർ കൊണ്ടുവരുന്ന ഏത് നല്ല പരിപാടിയും തുരങ്കം വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ UDFന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ലിസ്റ്റ് അതിലെ അപാകതകൾ നീക്കി അർഹരായ ആളുകൾക്ക് ലൈഫ് പാർപ്പിട പദ്ധതിയുടെ ഗുണം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. അതുണ്ടായില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് തയ്യാറാകും എന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയാണ്. CCA ന്യൂസ്, ശ്രീകൃഷ്ണപുരം. ന്യൂസ്. വിദ്യാഭ്യാസ രംഗത്ത് അക്കാദമികവും ഭൗതികവുമായ പുരോഗതി ലക്ഷ്യമിട്ട് പെരിന്തൽമണ്ണ നഗരസഭ നടപ്പിലാക്കുന്ന വിജയപഥം പെരിന്തൽമണ്ണ പദ്ധതിയുടെ ഉദ്ഘാടനവും സ്കൂൾ ഡയറി പ്രകാശനവും നടന്നു. നഗരസഭാ ചെയർമാൻ M. മുഹമ്മദ് സലീം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും പഠിക്കുന്ന കുട്ടികളുടെ പ്രശ്നം എന്താണ്? അവർക്ക് അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേക പരിശീലനം കിട്ടണം, പ്രത്യേകമായിട്ടുള്ള കോച്ചിങ്ങുകൾ കിട്ടണം, മോട്ടിവേഷനുകൾ കിട്ടണം. ഇപ്പൊ ഹയർ സെക്കൻഡറിയിലും SSLC ഒക്കെ എത്തുന്ന കുട്ടികൾ പലപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്താ? പരീക്ഷാ പേടിയാണ്. പരീക്ഷക്ക് ഒരു ചെറിയ പേടി, ഒരു ഭയം, ഉൾഭയം ഉണ്ടാവുന്നത്. അത് പരിഹരിക്കപ്പെടണം. അങ്ങനെ പരീക്ഷക്കുള്ള ഭയം മാറിയാൽ തന്നെ നന്നായി പരീക്ഷ എഴുതാനും മികച്ച വിജയം കൈവരിക്കാനും അവർക്ക് പറ്റും. അപ്പൊ അതിന് അവരുടെ വീട്ടിലെ അന്തരീക്ഷം, രക്ഷിതാക്കളെയും നമ്മൾ ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഹൈസ്കൂൾ അതുപോലെ തന്നെ +2 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അവർക്കുള്ള പ്രത്യേക പരിശീലനം, അതുപോലെ തന്നെ അവരുടെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്കുള്ള ക്ലാസ്സുകൾ, ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു 15 ലക്ഷം പരിപാടിയാണ് മറ്റ് ഒന്ന് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. പെരിന്തൽമണ്ണ GHSS പ്രിൻസിപ്പൽ ഫൗസിയ KV സ്വാഗതം പറഞ്ഞു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കിഴിശ്ശേരി മുസ്തഫ അധ്യക്ഷനായിരുന്നു. AEO അജിത് മോൻ KJ, മനോജ് കുമാർ P, സുരന്ദ ടീച്ചർ, ലിസമ്മ ടീച്ചർ, വിജയപഥം കോർഡിനേറ്റർ KKM മുസ്തഫ എന്നിവർ പങ്കെടുത്തു. CCA ന്യൂസ്, പെരിന്തൽമണ്ണ.
ക്യാമ്പസുകൾ റാഗിങ്ങിലേക്കും അരാജകത്വത്തിലേക്കും വഴിമാറുന്നത് നല്ല പ്രവണതയല്ലെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് ജെയ്ക് സി തോമസ്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ റാഗിങ്ങിനെതിരെ വിദ്യാർത്ഥി പ്രതിരോധം സംഘടിപ്പിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനി സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിനിരയായ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് SFI കോളേജിൽ റാഗിങ്ങിനെതിരെ വിദ്യാർത്ഥി പ്രതിരോധം തീർത്തത്. SFI സംസ്ഥാന പ്രസിഡന്റ് ജെയ്ക് സി തോമസ് പ്രതിരോധ സമരം ഉദ്ഘാടനം ചെയ്തു. കലാലയങ്ങൾ റാഗിങ്ങിലേക്കും അരാജകത്വത്തിലേക്കും വഴിമാറുന്നത് നല്ല പ്രവണതയല്ല. റാഗിങ്ങിന് നേതൃത്വം നൽകുന്നവരെ കലാലയങ്ങളിൽ ഒറ്റപ്പെടുത്തണമെന്നും ജെയ്ക് സി തോമസ് പറഞ്ഞു. ഒരു കുട്ടിയെ അനാവശ്യമായി മാനസിക പീഡനത്തിന് ഇരയാക്കിക്കൊണ്ട് റാഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനസ്സുകൾ, അവർ ആരൊക്കെയായാലും ആ മനസ്സുകൾക്ക് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിന്റെ മണ്ണിൽ ഇടമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന വിദ്യാർത്ഥികളുടെ സദസ്സായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല. ഈ സംസ്കൃത കോളേജിന് തന്നെ, നമ്മുടെ കലാലയങ്ങൾക്ക് തന്നെ എത്രയോ രക്തസാക്ഷികളെ നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി കഴിയും. റാഗിംഗ് നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ച വിദ്യാർത്ഥികളുടെ രക്തസാക്ഷിത്വങ്ങൾ ഞാൻ ഓർക്കുന്നു. 12 വർഷക്കാലം മുമ്പായിരുന്നു ഞാനൊക്കെ സ്കൂൾ ജീവിത കാലഘട്ടം നയിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഇന്ത്യ മഹാരാജ്യം ഏറ്റവും ശ്രദ്ധിച്ച രക്തസാക്ഷിത്വങ്ങളിലൊന്ന് തമിഴ്നാട്ടിൽ നവരസു എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടേതായിരുന്നു. നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ കേട്ടുകേൾവിയുള്ള രാജ്യത്തെ സർവകലാശാലകളുടെ 1ാമത്തെ പട്ടികയിൽ നിൽക്കുന്ന അണ്ണാം സർവകലാശാലയിലെ വൈസ് ചാൻസലറുടെ മകനായിരുന്നു നവരസു. ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു, മിടുമിടുക്കനായ വിദ്യാർത്ഥി. MA എക്കണോമിക്സിന് 1ാം റാങ്കോട് കൂടെ പാസ്സായ മിടുമിടുക്കനായ വിദ്യാർത്ഥി. ആ നവരസു പക്ഷേ തമിഴ്നാട്ടിലെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കൊല്ലപ്പെട്ടത് സീനിയർമാരായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നവരസുവിനെ റാഗ് ചെയ്യാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടായിരുന്നു. ക്ലോസറ്റിലെ വെള്ളം എടുത്തു കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു തമിഴ്നാട്ടിലെ വൈസ് ചാൻസലറുടെ മകനായ നവരസുവിനോട് ആ കോളേജിലെ സീനിയർമാർ ആവശ്യപ്പെട്ടത്. പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ, ചെറുത്തു തോൽപ്പിക്കാൻ ആർജവമുള്ള വിദ്യാർത്ഥി സംഘടന, കലാലയ ജനാധിപത്യം, നമ്മുടെ ക്യാമ്പസുകളുടെ ജീവനാഡിയായി കാത്തു സൂക്ഷിക്കാൻ കരുത്തുള്ള വിദ്യാർത്ഥി സംഘടന ഒരു പക്ഷേ തമിഴ്നാട്ടിലെ അതേപോലെ തന്നെ കർണാടകത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ റാഗിങ്ങിന്റെ പേരിൽ രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെടുമായിരുന്നില്ല. SFI യൂണിറ്റ് പ്രസിഡന്റ് രുഗ്ദ അധ്യക്ഷയായി. നിധിൻ, രാഹുൽ, വിപിൻ, അബു ഹസൻ, നീരജ് തുടങ്ങിയവർ സംസാരിച്ചു. CCN ന്യൂസ്, പട്ടാമ്പി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.